നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ ടോപ്പ് ക്രിസ്മസ് ഡെക്കറേഷനാണ്. നമുക്ക് ചെയ്തു തുടങ്ങാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത്, ഇതിപ്പോൾ നമ്മൾക്ക് ഈ സാറ്റിൻ റിബൺ അല്ലെങ്കിൽ ടിഷ്യൂ റിബൺ, പിന്നെ അതുപോലെ തന്നെ നെറ്റിൻ്റെ റിബൺ വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കി വരുന്ന ഭാഗമാണത്, അതിൻ്റെ റോളാണിത്. ആക്ച്വലി ടോയ്ലറ്റ് ടിഷ്യൂവിൻ്റെ റോള് ഇത്ര കട്ടി ഉണ്ടാവില്ല, ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ അടിഭാഗത്തും ഇങ്ങനെ ഉണ്ടാവും, മുകളിലുണ്ടാവും. മുകളിലത്തെ ഞാൻ എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിലിപ്പോൾ ഞാൻ റെഡ് സ്പ്രേ പെയിൻ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 3 പീസ് സ്പ്രേ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വലിയ സൈസാണ്, ഇത് ചെറിയ സൈസ്, അങ്ങനെ തന്നെ വരുന്നതാണ്. ഞാൻ കട്ട് ചെയ്തതല്ല, ചെറിയ സൈസും വരുന്നുണ്ട്. അതിലിനി നമുക്ക് ചെറിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെ ഇതുമേലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ പോവാണേ. നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇവിടെ ഗ്ലൂ ഇട്ട് കൊടുക്കുക അരികിലായിട്ട്. ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഒരു പീസ് റെഡിയാക്കി. ഇനി അതിൻ്റെ സാധാരണ ഒരു സൈസിലുള്ളതാണിത്. പിന്നെ വന്നിട്ട് നമ്മൾക്ക് ചെറിയൊരു പീസ്, ഇങ്ങനെ ഞാനൊരു 3 പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത്ര റെഡിയാക്കി വെച്ചിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇതിൽ ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഗ്ലൂ തന്നെ, ഈ ഗ്ലൂവിനെ നമ്മൾ കുറച്ച് അധികം ഇങ്ങോട്ട് പ്രസ് ചെയ്തിടുക, താഴേക്ക് ചുറ്റിലും ഇട്ട് കൊടുക്കുക. കുറച്ചിങ്ങനെ, അത് ഓരോന്ന് വീഴുന്ന പോലെ വീണോട്ടെ. നമുക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എല്ലാത്തിലും ചെയ്യണം. എല്ലാ പീസിലും നമുക്ക് ഇതുപോലെ ഗ്ലൂ ഇങ്ങനെ ചുറ്റിനും ഇതുപോലെ ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആവണേ. അവിടെ നിന്ന് ഡ്രൈ ആയിക്കോട്ടെ. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഈ ഗ്ലൂ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്ന ഒരു വർക്കാണിത്. ഇവിടെയൊക്കെ കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചുറ്റിനിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ പീസിലും ഇതുപോലെ ഗ്ലൂ ഇട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് ഗ്ലൂ ഇട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ചുറ്റിനിട്ടിട്ടുണ്ട്. ചുറ്റിനും വേണമെന്നില്ല, നമ്മൾ 1 സൈഡ് അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ 3 പീസിനും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ പീസിലേക്ക് നമ്മൾക്ക് ലൈറ്റ് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾക്ക് ഇതുപോലെ ഉള്ളിലേക്ക് ഒരു തെർമോക്കോളിൻ്റെ പീസ് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു തെർമോക്കോൾ പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഈ അളവിലേക്കൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. അത് കറക്റ്റായിട്ട് അങ്ങനെ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിങ്ങനെ അതിന് മുന്നായിട്ട് നമ്മൾക്ക് ഇതിൻ്റെ അരികിൽ നമ്മൾ ഗ്ലൂ ഇട്ടേക്കണതുകൊണ്ട് അരികൊന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ അരികിലുള്ള ഗ്ലൂ ഒക്കെ ഒന്ന് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് അങ്ങോട്ട് കളഞ്ഞിട്ട് തെർമോക്കോളിൻ്റെ പീസ് ഇങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ പതുക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഈ ലൈറ്റ് എത്രയും താഴോട്ട് പോകണോ അതനുസരിച്ച് നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഈ ലൈറ്റ് ഇതിങ്ങനെ കയറാണ്ട് വരുവാണെങ്കിൽ നമ്മൾക്ക് ഒന്നും കൂടി ഇതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അല്ല, ഇവിടെ ഇങ്ങനെ പീസ് ഉണ്ടാവും, അതുകൊണ്ടാണ് അത് കയറാത്തത്. ഉള്ളിലേക്ക് ആ പീസ് നിൽക്കുന്നതുകൊണ്ടാണ് അത് കയറാണ്ട് വന്നത്. സുഖമായിട്ട് കയറും. കണ്ട, പതുക്കെ ഒന്ന് തള്ളി കൊടുത്താൽ മതി. വല്ലാണ്ട് അങ്ങനെ അടിയിലേക്ക് പോകാത്ത രീതിയിൽ നമുക്ക് എത്രയാണോ നിൽക്കേണ്ടത് ആ ഒരു ലെവലിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത്ര മതി. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ ആ പീസിന് നമ്മൾ വെച്ച് കൊടുക്കുക. അതിന് ഗ്ലൂ ഒന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല, അത് അവിടെ ഇരുന്നോളും, അനങ്ങാണ്ട് ഇരുന്നോളും. കാരണം തെർമോക്കോളിൻ്റെ പീസ് തള്ളി പോകില്ല അകത്തേക്ക്. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾക്കിത് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വുഡിൻ്റെ ഒരു ട്രേ ആണ് എടുത്തേക്കണേ. ഇത് പഴയൊരു ട്രേ ആണ്. അപ്പം ഞാൻ അതിനകത്ത് ഗോൾഡ് പെയിൻറ്റ്, സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ പീസുകളിനെ എടുത്തിട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്യണം.
അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു സൈഡിലേക്കാണ് ഞാൻ വെച്ചേക്കണത്. ഈ ഒരു സൈഡിലേക്ക് ഈ 3 പീസിനെ ഞാൻ അടുപ്പിച്ച് തന്നെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾക്കിതിന് ഗ്ലൂ ഗൺ എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അടിയിലേക്ക് നന്നായിട്ട് ഗ്ലൂ ഇട്ട് ഗ്ലൂ ഇട്ടിട്ട് നമ്മൾ കറക്റ്റ് ആ പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് വേണം എവിടെയാണ് ഇവിടേക്ക് സ്റ്റിക്കായിട്ടുണ്ട്. ഇനി അടുത്ത നമുക്കിനി ഇതിലേക്ക് കുറച്ച് ലീഫും മറ്റേ പൈൻ കോണൊക്കെ വെച്ചിട്ട് ഇതിന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ലീഫ് ഇതിപ്പോൾ നേരെയുള്ള ലീഫാണ്. അതിന് ഞാൻ പതുക്കെ ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഈ അറേഞ്ച്മെൻറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്ന് എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള പോലെ അതെല്ലാം ചെയ്യാം. ഞാനിപ്പോൾ 2 പീസ് അങ്ങനെ വെച്ചു. പിന്നെ ഒരു പീസിന് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു പീസിനെ കൂടെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. ലീവ്സ് ഇത്രേ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കതെല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ പൈൻ കോൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതും നമ്മൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ വയ്ക്കാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്യണത്. ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 എണ്ണം നമ്മൾക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അങ്ങനെ വെച്ച് കൊടുത്തു. ഇപ്പോൾ ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. നമ്മുടെ അറേഞ്ച്മെൻറ്റ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഒരു റിബൺ കെട്ടി കൊടുത്തിട്ടുണ്ട് ആ വലിയ ക്യാൻഡിലിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 2 ബോൾസാണ് എടുത്തേക്കണേ. ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ബോൾസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓക്ക് ട്രീയുടെ കുറച്ച് കായകൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ചിലത് റെഡ് കളർ അടിച്ചിട്ടുണ്ട്. അത്രയ്ക്കേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് എളുപ്പമല്ലേ, എല്ലാവർക്കും ചെയ്ത് നോക്കാമല്ലോ. ഇനിയിപ്പോൾ ക്രിസ്മസ് ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.